ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ പോയ വഴിക്ക് പുല്ല് പോലും കിളിത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് പിന്നെ ടാങ്കറും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. ദിലീപ് ദേവസി നമുക്കൊപ്പം ചേരുന്നു. പാപ്പനംകോട് പുഴിക്കുന്ന ഭാഗത്താണ് ദിലീപ് ദേവസി ഉള്ളത്. ദിലീപ് ദേവസിയെ വെരി ഗുഡ് മോർണിംഗ്. പാപ്പനംകോട് എന്താ അവസ്ഥ? വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടിയോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ ഒന്നും പറയുന്നില്ല, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വെള്ളമില്ലാത്ത സ്ഥലത്തെ ഇന്നത്തെ അവസ്ഥയാണ്. വെള്ളം വന്നിട്ടുണ്ട്, ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഓരോ തുള്ളി വെള്ളവും അത്ര അമൂല്യമാണ്, പാഴാക്കുന്നില്ല. വെള്ളം ഈ തിരുവനന്തപുരത്ത് പൂഴിക്കുന്ന് ഭാഗത്ത് വെള്ളം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വലിയ കഷ്ടപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഴിക്കുന്നിലെ പൗരസമിതി ആളുകളുടെ അടുത്താണ്. ഇവർ ഇന്ന് വലിയൊരു ഓണപ്പൂക്കളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയതാണ് ഈ പൂവ് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇന്നലത്തെ വെള്ളം ഇല്ലാത്തതിന്റെ കഷ്ടപ്പാട് അവരും പറയും. മോനെ ഇന്നലെ വെള്ളം കിട്ടിയായിരുന്നു നിന്റെ വീട്ടില്? ഇല്ല. ഇന്ന് വന്നാ? ഓ വന്നു. എപ്പോ വന്നാ വീട്ടില്? രാവിലെ. ഇന്നലെ രാത്രി ഉണ്ട്, പുള്ളിയുണ്ട്. അതായത് ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഈ പ്രദേശത്ത് 4 ദിവസം കൊണ്ട് വെള്ളം ഇല്ല. അപ്പം ഞങ്ങൾ ഈ അത്തൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ 37 വർഷം കൊണ്ട് ഈ അത്ത ഇടുന്നതാണ്. അപ്പം നമുക്ക് ഈ പൈപ്പാണ് നമ്മളുടെ ആശ്രയം. പക്ഷേ നമ്മൾ അത്ത ഇടുന്നതിന് മുമ്പ് വ്രതം എടുത്താണ് ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പം കുളിച്ച് ശുദ്ധിയോടുകൂടി മാത്രമേ അത്തത്തട്ടി കയറത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് കിണറിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് കുളിപ്പിച്ചാണ് ഇവരെ കയറ്റുന്നത്. പക്ഷേ ഇന്ന് വളരെ സന്തോഷമായി. രാവിലെ തുള്ളിയാ വരുന്നു. പക്ഷേ ഇത് എപ്പോഴും നിൽക്കും എന്നറിയില്ല. പക്ഷേ ഇത് ഇത് പറയേണ്ടത് സർക്കാരായിരുന്നാലും കോർപ്പറേഷൻ ആയിരുന്നാലും ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ 4 ദിവസം മുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു സജ്ജീകരണം ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഈ വെള്ളമില്ലാതെ ഇന്നലെ രാത്രി 3 മണിക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ വന്നു. എൻ്റെ വീട്ടിൽ കൊച്ചു കുട്ടിയുണ്ട്, വെള്ളമില്ല, എവിടെ നിന്ന് ഒരു കുടം വെള്ളം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി വെള്ളം കൊണ്ട് 3 മണിക്ക് രാത്രി 3 മണിക്കാണ് വരുന്നത്. വെള്ളമില്ലാന്ന് പറയുന്നുണ്ട്. ആ കുട്ടിക്ക് പാല് കാച്ചാനോ അല്ലെങ്കിൽ വേറെ ഒന്ന് ശുദ്ധമാക്കാനോ ശരീരം ശുദ്ധമാക്കാൻ പോലും വെള്ളമില്ല. അതുകൊണ്ടാണ് വന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഈ പൗരസമിതി 37 വർഷം കൊണ്ട് ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉടനെ അടിയന്തര കമ്മിറ്റി കൂടി ഈ പ്രദേശത്ത് ടാങ്കറിൽ വെള്ളം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പൈപ്പിൽ വെള്ളം ഇപ്പം വരുന്നുണ്ട്. ഇപ്പം വന്നത് ഒരു 6 മണിക്ക് ശേഷം.